പ്രത്യേകിച്ച് CNG വെഹിക്കിൾസ് ആകുമ്പോൾ നമുക്കതിനകത്ത് ബൂസ്റ്റ് സ്പേസ് സാധാരണ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എല്ലാവർക്കും അത് ടെൻഷനായിട്ട് വരുന്നത്. പക്ഷേ പ്രൈമിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ് ഇതിൻ്റെ എഞ്ചിൻ. ഇത് 1.2 ലിറ്ററിൽ 4 സിലിണ്ടർ വെഹിക്കിളാണ് വരുന്നത്. 5 വർഷം. അപ്പോൾ നമുക്ക് 3+2 ടോട്ടൽ 5 വർഷം പ്ലസ് 1,80,000 കിലോമീറ്റർ വരെ ഒരു മാനുഫാക്ചേഴ്സും കൊടുക്കുന്നില്ല ഇത്രയും വാറണ്ടി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാക്സി വാഹനം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ, ടാക്സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അത് എടുത്തു പറയാനുള്ള കാരണം ഏറ്റവും കുറഞ്ഞ വിലയിൽ അതുപോലെ ഏറ്റവും അധികം മൈലേജ് തരുന്ന എന്നാൽ ഏറ്റവും അധികം ഫീച്ചേഴ്സും ആഡ് ഓൺ വന്നിരിക്കുന്ന ഒരു വാഹനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഹുണ്ടായുടെ പ്രൈം SD എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് ഗണനാഥ വിൽക്കുന്ന ചാനൽ. നമ്മൾ ഓൾറെഡി ഈ വാഹനത്തിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയധികം ഫീച്ചേഴ്സ് പല കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മാർച്ചായിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ അതിലും വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ബ്രോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം. നമ്മൾ ഇപ്പോൾ ഹുണ്ടായി ഈ വർഷം തൊട്ട് നമ്മൾ ടാക്സിയിലേക്ക് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയിരുന്ന ഓറ എന്നുള്ള ഒരു വെഹിക്കിളും, ഓറ പ്രൈം SD എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഇതല്ലാണ്ട് വേറൊരു പ്രൈം SB എന്നുള്ള ഒരു വേരിയൻ്റ്, അത് നമുക്ക് അടുത്ത ഇതായിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓറ എന്ന് പറഞ്ഞ വേരിയൻ്റ് തന്നെയാണ്. അതിൻ്റെ പ്രൈം എന്നുള്ള വേരിയൻ്റ് ഇപ്പോൾ ടാക്സിയിലായിട്ട് മാത്രം ഒരു മോഡൽ ഒറ്റ വേരിയൻ്റ് ഉള്ളൂ. ഈ ഒരു പ്രൈം SD എന്ന് പറഞ്ഞ ഒറ്റ വേരിയൻ്റ് ഉള്ളൂ. അതാണ് ഇത്. പിന്നെ ഓറ SD പ്രൈം SD. ഇതിന്റെ കൂടുതലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ്, അതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കുറവ്, കൂടുതൽ ഫീച്ചേഴ്സ്, പിന്നെ കൂടുതൽ മൈലേജ്, ഇതെല്ലാം കൂടിയാണ് നമുക്കിനകത്ത് വരുന്നത്. അത് എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ ടാക്സി വാഹനം ഉപയോഗിക്കുന്ന ഒരു തൊഴിൽ വരുമാന മാർഗമായിട്ട് നോക്കുന്നവരാണ് ഈ ടാക്സിയിലായിട്ട് നോക്കുന്നവർ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി മെയിൻ്റെനൻസ് കുറവും വേണം, അതുപോലെ മൈലേജ് കൂടുതലും വേണം. എന്നാൽ കസ്റ്റമേഴ്സ് കയറുമ്പോൾ കുറച്ചുകൂടി വെഹിക്കിളിൽ കുറച്ചുകൂടി എന്തൊക്കെ ഒരു പ്രീമിയം ഫീല് വേണം, അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം ഫോക്കസ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഹ്യുണ്ടായി ഈ ഒരു മോഡൽ ഇറക്കിയേക്കുന്നത്. അത്രയും ഫീച്ചേഴ്സും കൊടുത്തിട്ട് ഇനി പറഞ്ഞ പ്രൈസും കുറവ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ടാക്സി അല്ലെങ്കിൽ നോർമൽ സെഡാൻ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻട്രിയിൽ ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ് ഇതിൻ്റെ എഞ്ചിൻ. ഇത് 1.2 ലിറ്ററിൽ 4 സിലിണ്ടർ വെഹിക്കിളാണ് വരുന്നത്. 83 PS പെട്രോളിൽ 113 Nm ടോർക്കും, അതുപോലെ CNG ഓപ്ഷനായിട്ട് നോക്കുകയാണെങ്കിൽ 69 PS പവറും 95.2 Nm ടോർക്കുമാണ് നമുക്ക് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് എഞ്ചിൻ എന്ന് ഞാൻ പറയുന്നത്. കാരണം വേറെ എല്ലാ മാനുഫാക്ചേഴ്സും നോക്കുകയാണെങ്കിൽ 3 സിലിണ്ടർ വെഹിക്കിൾസ് തന്നെ. അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4-5 പേരൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ കുറവ്, അതുപോലെ പിന്നെ ഒരു നല്ലൊരു ഹിൽ ഏരിയ, നല്ല കയറ്റമൊക്കെ ഉള്ള ഏരിയ, ഇടുക്കി സൈഡ്, മൂന്നാർ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി വലിയാനുള്ള സാധ്യത കുറവായിരിക്കും. അത് എല്ലാവരും ഓടിച്ചേക്കുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് അതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത്. കാരണം ഓടിച്ച വണ്ടി നീങ്ങൽ കുറവായിരിക്കും. അതുപോലെ ഒരുപാട് പെട്രോൾ ഒരുപാട് വലിച്ചെടുക്കണം, ഒരുപാട് ആക്സിലേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഓറയുടെ സെഗ്മെൻറ്റിലിട്ട് വരുമ്പോൾ നമുക്ക് 4 സിലിണ്ടർ വണ്ടിയാണ്. അതുപോലെ അത്രയും പവറും കൂടി വരുമ്പോൾ നമുക്ക് വണ്ടി ഈസി ആയിട്ട് കയറി പോയിക്കോളും. പിന്നെ അതുപോലെ എഞ്ചിൻ നോയ്സ് ആണെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അറിയാൻ പോലുമില്ല, അത്രയും കുറവായിരിക്കും. എഞ്ചിൻ അത്രയും ബുദ്ധിമുട്ടിക്കുള്ള എഞ്ചിനെ. അപ്പോൾ അതുകൊണ്ട് നല്ല പവറും വ്യത്യാസം വരും. പിന്നെ 4-5 പേര് ഇരുന്നിട്ട് യാത്ര ചെയ്താലും നമുക്ക് ഒരു കുഴപ്പം വരുന്നില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും നമ്മൾ നോക്കി, നമ്മൾ 4-5 പേര് നമ്മൾ യാത്ര ചെയ്തു, നമ്മൾ ദൂരെ പോയി ഒരു മൂന്നാറൊക്കെ നമ്മൾ പോയിട്ട് വന്നു. അത്രയും കംഫോർട്ടായിട്ട് ഇരുന്നിട്ടുണ്ട്. കാരണം അത്ര ലോങ് ഡ്രൈവിൽ പോലും നമുക്കൊരു ക്ഷീണോ അല്ലെങ്കിൽ ഒരു മടുപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഫീച്ചേഴ്സിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഹാലജൻ ആണ് വരുന്നത്. ബൾബൊക്കെ നമുക്ക് ഹാലജനായിട്ട് വരും. നമുക്കിത് മാറണമെങ്കിൽ മാറാം കേട്ടോ, LED ലൈറ്റ് നമുക്ക് മാറണമെങ്കിൽ മാറാം. പിന്നെ അതുപോലെ ആ ഒരു ഷേപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഷേപ്പാണ് വരുന്നത്. നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗമാണെങ്കിലും എല്ലാം നമുക്ക് വരുന്നത്. ടയറിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. 14 കാണാൻ പറ്റും. 14 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ, നമുക്ക് സൈഡ് ഇൻഡിക്കേറ്റർ വന്ന ഫെൻഡറിലാണ് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പോർഷൻ തന്നെ. പിന്നെ നമുക്ക് ഒരു മിറർ വരുമ്പോൾ നമുക്ക് നോർമൽ ബ്ലാക്ക് കളറാണ് വരുന്നത്. നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് വൈറ്റ് ആക്കാൻ പറ്റും. അഡീഷണൽ ആയിട്ട് നമുക്ക് വൈറ്റ് ആക്കാം. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. കുറച്ചുകൂടി വ്യൂ കുറച്ചുകൂടി കൂടുതലായിരിക്കും. കസ്റ്റമർ ഇവിടെ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിലിരിക്കുന്നവർക്കും അതുപോലെ ബാക്കിലിരിക്കുന്നവർക്കാണെങ്കിൽ വ്യൂ കൂടുതലായിരിക്കും. നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ ഡോർ ഹാൻഡിലൊക്കെ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ഫ്യൂവലിൻ്റെ ഓപ്ഷനിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോളും അതുപോലെ CNG ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് പെട്രോളിൻ്റെ വരികയാണെങ്കിൽ 37 ലിറ്ററാണ് പെട്രോളിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 65 ലിറ്ററാണ് CNGയുടെ കപ്പാസിറ്റി വരുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു 10 കിലോ ഒക്കെ റേഞ്ചിൽ നമുക്ക് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ റിയറിലായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൈം SD എന്ന് പറഞ്ഞതിൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും. അത് എഴുതിയേക്കുന്നതിൻ്റെ കാണാൻ പറ്റും. പ്രൈം SD അതൊരു വേരിയൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട്
പിന്നെ അതുപോലെ ഹ്യുണ്ടായുടെ ലോഗോ പഞ്ച് ചെയ്തിരിക്കുന്ന ലോഗോ കാണാൻ പറ്റും. പിന്നെ അതുപോലെ റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു ലുക്കായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ് നമുക്ക് വന്നേക്കുന്നത്, ആ ഒരു LED പോർഷൻ വരുന്നത്. പിന്നെ അതേപോലെ ഹൈ CNG അങ്ങനെ ഒരു ബാഡ്ജിലാണ് നമുക്ക് വരുന്നത്, CNGയുടെ ഒരു ബാഡ്ജിങ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിലാണെങ്കിൽ ഒരു വൈഡായിട്ടുള്ള നമുക്ക് ആ റിയറിൻ്റെ ഗ്ലാസ് കാണാൻ പറ്റും, അത് ഡീഫോവർ ലൈൻസ് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡീഫോവർ ലൈൻസൊക്കെ. പിന്നെ അതുപോലെ CNGയുടെ ആ ഒരു ബാഡ്ജിങ്ങും അത് അവിടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആൻറ്റീനയുടെ ഇത് നമുക്ക് ഷാർപ്പിനായിട്ട് നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടാക്സി വെഹിക്കിൾ നോക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നോക്കുന്ന ബൂട്ട് സ്പേസ്, പ്രത്യേകിച്ച് CNG വെഹിക്കിൾസ് ആകുമ്പോൾ നമുക്കതിനകത്ത് ബൂട്ട് സ്പേസ് സാധാരണ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എല്ലാവർക്കും അത് ടെൻഷനായിട്ട് വരുന്നത്. പക്ഷേ പ്രൈമിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഏറ്റവും അഡ്വാൻറ്റേജ് കുറച്ച് എല്ലാ മോഡൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് അതിൻ്റെ ബൂട്ട് സ്പേസിന് അനുസരിച്ചാണ്. കാരണം ബൂട്ട് സ്പേസ് കുറച്ചുകൂടി കൂടുതലാണ്. അത് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ സ്പേസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയധികം ഒരു സ്പേസാണ് നമുക്ക് ആ ഒരു ഓറയിൽ വരുന്നത്. കാരണം CNG ടാങ്ക് വന്നാൽ പോലും നമുക്ക് ഇത്രയും ഒരു സ്പേസ് വരുന്നുണ്ട്. ഏകദേശം ഒരു വലിയൊരു ബാഗാണെങ്കിൽ പോലും വലിയൊരു ബാഗും വയ്ക്കാം, അതിൻ്റെ സൈഡിലായിട്ട് 2 ബാഗും കൂടി വയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. ഇത് ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള മോഡൽസ് വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ചുകൂടി സ്പേസ് കൂടുതലാണ് നമുക്ക്. അപ്പോൾ കുറച്ചുകൂടി ടാക്സി വെഹിക്കിൾ നോക്കുന്നവർക്ക് കുറച്ചും കൂടി ലഗേജ് വെക്കാനും അതുപോലെ പാസഞ്ചർക്ക് കുറച്ചുകൂടി കംഫോർട്ട് കുറവില്ലാണ്ട് ഉള്ളിൽ കംഫോർട്ടായിട്ട് ഇരിക്കാനും പറ്റും. അതുപോലെ ലഗേജ് ഇവിടെ നമുക്ക് ബൂട്ട് സ്പേസിൽ വെക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും സ്പെയർ വീൽ എവിടെ ആയിരിക്കുന്നുള്ളത്. സ്പെയർ വീൽ വരുന്നത് നമുക്ക് അത് അഴിക്കാനും എങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് കണ്ടോ, സ്പെയർ വീൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇത്ര സ്പേസ് വന്നതോടുകൂടി നമുക്കിത് പൊക്കിയിട്ട് ഇത് അത് അഴിച്ചിട്ട് സ്മൂത്തായിട്ട് എടുക്കാവുന്നുള്ളൂ. ഇതാണ് ടാങ്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 65 ലിറ്ററോളം സ്പേസാണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 10 കിലോ അടുത്ത് നമുക്ക് കയറുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു ബെനിഫിറ്റ് നല്ല മൈലേജും, ഒരു ഏകദേശം ഒരു 28 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. അത് 25 to 28 വരെ കസ്റ്റമൈസിന് കിട്ടുന്നുണ്ട്. ഒരു 25 താഴെയല്ല, 25 മേളിൽ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി പോലും നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു 25 to മേളിലായിട്ട് നമുക്ക് മൈലേജ് 25 പോയിന്റ് മേളിലായിട്ട് നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ട്. അതെങ്ങനെ പോലും കമ്പനി പറയുന്ന അതിൻ്റെ അത്ര തന്നെ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഇതായിട്ട് വരുന്നത്. കാരണം അത്ര മെയിൻ്റെനൻസും കുറവാണ്, പിന്നെ അതേപോലെ അത്ര മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് വരാണെങ്കിൽ നമുക്ക് 10,000 കിലോമീറ്ററാണ് നമുക്ക് സർവീസ് ഉള്ളൂ. അതുപോലെ 1 ഇയറിൽ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ഏകദേശം 4,000 രൂപ റേഞ്ചിലാണ് നമുക്ക് സർവീസ് ചാർജ് വന്നുള്ളൂ. അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. നമുക്ക് 5 ഇയർ നമുക്ക് 1,80,000 കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. അത് വെഹിക്കിൾസ് വരുന്ന എഞ്ചിൻ വാറണ്ടി, ഗിയർ ബോക്സ്, സസ്പെൻഷൻ, നമുക്ക് സെൻസേഴ്സ്, ECM, ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് വാറണ്ടി ആയിട്ടും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇൻറ്റീരിയറിലായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഡോർ തുറക്കുമ്പോൾ തന്നെ ഇൻറ്റീരിയറിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 പവർ വിൻഡോ, നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് 4 പവർ വിൻഡോയും പിന്നെ അതേപോലെ ലോക്ക് അൺലോക്ക്, സെൻട്രൽ ലോക്കിങ് നമുക്ക് ഇൻബിൽഡായിട്ട് വരും. പിന്നെ അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് 2 മിറർ നമുക്ക് ഇൻബിൽഡായിട്ട് നമുക്ക് ഡ്രൈവർ സൈഡിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില വണ്ടികളൊക്കെ നമുക്ക് നോബായിട്ടാണ് വരുന്നത്, പക്ഷേ നമുക്ക് ഓൾറെഡി നമുക്ക് കുറച്ച് ഫീച്ചർ റിച്ച് ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സീറ്റിൻ്റെ ഇതായിട്ട് നമുക്ക് കണ്ടോ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ബേസിക്കായിട്ട് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ വരും. പിന്നെ അതുപോലെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് CNG പെട്രോളിൽ കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ ഒരു ബട്ടൺ വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഫുള്ളി ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്ററാണ് നമുക്ക് വരുന്നത്. ആ CNGയുടെയും അതുപോലെ നോർമൽ പെട്രോളിൻ്റെയും നമുക്ക് മീറ്റർ എങ്ങനെ ഫ്യൂൽ എത്രത്തോളം ബാക്കിയെന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് ആവറേജ് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ ആവറേജ് മൈലേജ് ഒക്കെ അറിയാൻ പറ്റും. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റം നമുക്ക് വരുന്നില്ല, ഇൻബിൽറ്റ് ടച്ച് സ്ക്രീനായിട്ട് വരുന്നില്ല, നമുക്കത് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ 2 സ്പീക്കറും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിട്ട് നമ്മൾ അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതിനകത്തായിട്ട് നമുക്ക് കോൾ എടുക്കാനും പിന്നെ അതുപോലെ വോയിസ് റെക്കഗ്നേഷനും പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് അതുപോലെ പെൻ ഡ്രൈവ് ഒക്കെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മോഡ്സ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൽ തന്നെ നമുക്ക് ആവറേജ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ മോഡ്സ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ആവറേജ് ട്രിപ്പ് ഉണ്ടോ, നമുക്ക് ഡ്രൈവർ ഇൻഫോ, അക്യുമുലേറ്റർ ഇൻഫോ, അങ്ങനെ നമുക്ക് പെട്രോൾ അടിച്ചാലും CNG അടിച്ചാലും നമുക്ക് ഏകദേശം നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വ്യൂ കണ്ടോ, കാരണം ഡ്രൈവർ ഇരിക്കുമ്പോൾ തന്നെ ഉള്ള വ്യൂ ഉണ്ടോ, ഫുള്ളി ആയിട്ടുള്ള നമുക്ക് വ്യൂ, നല്ല വിസിബിലിറ്റി കൂടുതലാണ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് വിസിബിലിറ്റിയാണ്. കാരണം നമുക്ക് വണ്ടികളൊക്കെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എല്ലാം കാണാൻ പാകത്തിന് നമുക്ക് വേണം ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു വൈഡായിട്ടുള്ള ഒരു വിൻഷീൽഡാണ് കൊടുത്തേക്കുന്നത്.
പിന്നെ നമുക്ക് ആ ഒരു ടച്ച് സ്ക്രീനിൻ്റെ പാനൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റും. ഒരു 9 ഇഞ്ചിൻ്റെ നമുക്ക് ടച്ച് സ്ക്രീൻ നമ്മൾ ഷോറൂമിൽ തന്നെ ആഡ് ചെയ്ത് തരും. അത് നമുക്ക് ബ്ലോപ്പങ്ക് എന്നുള്ളൊരു കമ്പനിയാണ് നമ്മൾ ചെയ്യുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള സ്റ്റീൽ നമ്മൾ ചെയ്ത് തന്നെ, അത് വാറണ്ടി ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതേപോലെ നമുക്ക് ആ ഗിയർ പൊസിഷൻ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ലെവൽ കണ്ടോ, ആ ഒരു നമുക്ക് എപ്പോഴും കംഫോർട്ട് എന്ന രീതിക്ക് നമുക്ക് ഗിയർ പൊസിഷൻ ഇരിക്കുന്നത് ആ ഒരു കണ്ടോ, കുറച്ചുകൂടി ഹൈറ്റായിട്ട് ഇപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ഡിസ്കംഫോർട്ടോ അങ്ങനെയൊന്നും വരില്ല. പിന്നെ അതുപോലെ കണ്ടോ ആ ഒരു കൺട്രോൾസ്, സ്റ്റീറിങ്ങിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ തന്നെ വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ലോഗോയും പിന്നെ കൺട്രോൾസും ഒക്കെ വരും. പിന്നെ അതുപോലെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡർ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഒരു ഫോണോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ടൈപ്പ് സി ചാർജിങ്. ഇപ്പോഴത്തെ ഫോണൊക്കെ നമുക്ക് ടൈപ്പ് സി ആണ് വരുന്നത്, അതുകൊണ്ടാണ് അത്ര അപ്ഗ്രേഡാണ് നമുക്ക് ഓറെ കൊടുത്തിരിക്കുന്നത് ഹ്യുണ്ടായി. പിന്നെ ടൈപ്പ് സി ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 12 വോൾട്ടിൻ്റെ ആ ഒരു മൾട്ടിപ്പിൾ ചാർജ് കൊടുക്കാനുള്ള ഒരു സ്പേസും നമുക്കിവിടെ കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഇവിടുത്തെ സ്പേസ് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, അത്രത്തോളം നമുക്ക് സ്പേസ് വരുന്നുണ്ട്. എന്തെങ്കിലും ബാഗോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ബുക്സോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള നമുക്ക് സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും അതുപോലെ മൊബൈലോ അങ്ങനെ എന്തെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്പേസും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ സേഫ്റ്റി സൈഡ് നോക്കുമ്പോൾ 6 എയർ ബാഗ് നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്നതാണ്. 6 എയർ ബാഗ് ഡ്രൈവർ സൈഡ്, അതുപോലെ കോ ഡ്രൈവർ സീറ്റ്, പിന്നെ അതുപോലെ പില്ലറീക്കിലെ, പിന്നെ അതുപോലെ സീറ്റ് നമുക്ക് 2 സീറ്റും അതുപോലെ പില്ലർ 2 പില്ലറിലും നമുക്കാണ് അത്രയും എയർ ബാഗാണ്. നമുക്ക് 6 എയർ ബാഗാണ് വരുന്നത്. ABS CBD ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നതാണ്. ഓക്കെ, നമുക്കിനി റിയർ സീറ്റിലേക്ക് പോകാം. റിയർ സീറ്റിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ടോ, നമുക്ക് ആ ഡോർ തുറക്കുന്നതിൻ്റെ തന്നെ അത്രയും നല്ല സ്പേസ്. നമുക്ക് ആ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് അറിയാൻ പറ്റും. ആ ഒരു എന്താ കംഫോർട്ട്, തൈ സപ്പോർട്ടിൻ്റെ ആ ഒരു സീറ്റിൻ്റെ കുറച്ച് ഹൈറ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ റിയർ AC വെൻറ്റ്, അതുപോലെ ചാർജിങ് പോർട്ട്, മൾട്ടിപ്പിളായിട്ട് കുത്താൻ പറ്റുന്ന ചാർജിങ് പോർട്ട്. ഞാൻ ഇതിനകത്ത് പിന്നെ അതുപോലെ ഡോർ പാർട്ടിലോട്ട് കഴിഞ്ഞാൽ പവർ വിൻഡോ, ഞാൻ നേരത്തെ പറഞ്ഞു 4 പവർ വിൻഡോയും വന്നു. പിന്നെ അതേപോലെ ഉണ്ടോ ഒരു കുപ്പി വയ്ക്കാൻ പറ്റുന്ന സ്പേസും ആ 2 ഡോറിലും അങ്ങനെ തന്നെയാണ് വരുന്നത്, സ്പേസ് വയ്ക്കാൻ പാകത്തിന്. പിന്നെ അതുപോലെ ഞാൻ ഒന്ന് ഇരുന്ന് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ആ ഒരു സൈഡ് സപ്പോർട്ടും പിന്നെ അതുപോലെ ലെഗ് റൂമിൻ്റെ ഒക്കെ സ്പേസ് ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഉണ്ടോ ഇരിക്കുമ്പോൾ പോലും നല്ല ഒരു സ്പേസ്, നല്ല ലെഗ് റൂമിൻ്റെ സ്പേസ്. പിന്നെ അതുപോലെ സൈഡ് സപ്പോർട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ കണ്ടോ, സൈഡ് സപ്പോർട്ട് ഇരുന്നുണ്ട് കണ്ടോ. എന്നിട്ട് പോലും ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ആ ഒരു കാലം നീട്ടി എൻ്റെ താഴത്തേക്ക് കണ്ടോ, ഇങ്ങനെ താഴത്തേക്ക് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ആ കംഫോർട്ടിന് കുറവ് വരുത്തേണ്ട റിയർ AC വെനിലും അത്യാവശ്യം നല്ല ഹ്യുണ്ടായുടെ കുഴപ്പത്തിന് AC നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നല്ല കൂളിംഗ് ആയിരിക്കും. വണ്ടി കയറുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആയിട്ടിരിക്കും. ആ ഒരു ഇവിടെയാണ് അതിൻ്റെ എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇവിടെ തന്നെ വരുന്നുണ്ട് ഫങ്ഷൻസൊക്കെ. പിന്നെ അതേപോലെ ചാർജിങ്, മൾട്ടിപ്പിൾ ചാർജിങ് കുത്താൻ പാകത്തിനും. പിന്നെ റിയറിൽ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് കൊടുത്തേക്കുന്നത്. അത് മൊബൈൽ യൂസ് ചെയ്യാനും ലാപ്ടോപ്പ് എന്തെങ്കിലും ചാർജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പാകത്തിനാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഹെഡ് റൂമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, അത്യാവശ്യം നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. ആ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഹെഡ് റൂം വരുന്നുണ്ട്. അതുപോലെ തല വയ്ക്കാൻ പാകത്തിനും ഈ പറഞ്ഞ ഒരു കംഫോർട്ട് കുറവില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എത്ര നമുക്ക് ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു മടുപ്പില്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വാഹനത്തിന്റെ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൈലേജ് പറഞ്ഞു അല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം നമ്മൾ കവറേജ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് പ്രൈസിന്റെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പ്രൈസിന്റെ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഇപ്പം ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്, വൈറ്റ്, ബ്ലാക്ക്, സിൽവർ, 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും സെയിം റേറ്റ് തന്നെയാണ്, വേറെ എമൗണ്ട് കൂടുതലൊന്നുമില്ല. ഇപ്പം നമുക്ക് ഫസ്റ്റ് തുറക്കണം, നമുക്ക് എക്സോറൂം 689,900 നമുക്ക് എക്സോറൂം വരുന്നത്. അതൊരു ഓൺലോഡിനും വരെ 7.25 റേഞ്ചിലായിട്ട് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഈ നമുക്ക് ഈ സ്റ്റോക്ക് കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു 7.75 ഇറക്കാൻ പറ്റും. പ്ലസ് നമുക്ക് പാനിക് ബട്ടണും അതേപോലെ നമുക്ക് GPS കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7.84 നമുക്ക് വരും. ഓൺ റോഡ് 7.84 ഇറക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് ഓഫർ വരുന്നുണ്ട്. ഏകദേശം 3000 രൂപയുടെ അടുത്ത് ഓഫർ നമുക്ക് ഈ ഡ്രൈവർ കം ഓണർ എന്ന് പറയുന്ന ഒരു ഓഫറാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് 3000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്ലസ് പിന്നെ ഇതിനകത്ത് ഒരു സിസ്റ്റവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം 20,000 രൂപയും കൂടുതൽ. ടച്ച് സ്ക്രീൻ പ്ലസ് റിവേഴ്സ് ക്യാമറ പ്ലസ് 2 സ്പീക്കർ, ഏകദേശം 20,000 രൂപയും കൂടുതൽ വരും. ഏകദേശം ഒരു 8,02,000 രൂപ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ചെയ്യുവാണെങ്കിൽ, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആ പാനിക് ബട്ടൺ GPS വെക്കുകയാണെങ്കിൽ 7,84,000 രൂപയ്ക്ക്, അതിന് കുറച്ച് 7,81,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കി തരാൻ പറ്റും. ഓക്കെ, നമ്മൾ വാറണ്ടിയുടെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എത്ര കിലോമീറ്ററാണ് വാറണ്ടി പറഞ്ഞത്? നമുക്ക് നോർമൽ വരികയാണെങ്കിൽ നമുക്ക് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് നമുക്ക് വാറണ്ടി തന്നെ ഹ്യുണ്ടായി തരുന്നത്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 5 വർഷം, അപ്പോൾ നമുക്ക് 3+2 ടോട്ടൽ 5 വർഷം പ്ലസ് 1,80,000 കിലോമീറ്റർ വരെ ഒരു മാനുഫാക്ചേഴ്സും കൊടുക്കുന്നില്ല ഇത്രയും വാറണ്ടി. പ്രത്യേകിച്ച് ഒരു ടാക്സി വണ്ടി ആകുമ്പോൾ, അപ്പോൾ ടാക്സി വണ്ടി കൂടുതൽ മെയിൻ്റെനൻസും അങ്ങനെയുള്ള കൂടുതലാണ്. അപ്പോൾ അത്രയും സാധാരണ മാനുഫാക്ചർ കൊടുക്കാറില്ല. പക്ഷേ ഹ്യുണ്ടായി അത് എന്താ സപ്പോർട്ടായിട്ട് കൊടുത്തു. 5 വർഷവും
അതുപോലെ 1,80,000 കിലോമീറ്റർ. കാരണം ടാക്സി ആകുമ്പോൾ ഓൾറെഡി ഓട്ടം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത്രയും കിലോമീറ്റർ കൂട്ടിയിട്ടേനെ. 1,80,000 കിലോമീറ്റർ കൂട്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതുപോലെ നമ്മുടെ സർവീസ് കോസ്റ്റിന്റെ കേസ് പറഞ്ഞു. അതും ഈ പറഞ്ഞ പോലെ ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ എല്ലാ ഇയറിൽ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നമുക്ക് സർവീസ് തന്നെ ഒരു 4,000 രൂപ തൊട്ട് 4,500 റേഞ്ച് വരെയാണ് നമുക്ക് സർവീസ് കോസ്റ്റ് ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ഹ്യുണ്ടായി പറയുന്നതെന്ന് പറഞ്ഞാൽ ഓറ പ്രൈം എസ്ഡിയുടെ കേസ് പറയുമ്പോൾ സർവീസ് കോസ്റ്റ് അവർ കുറച്ചു എന്ന് പറയുമ്പോൾ സാധാരണക്കാരനാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പറഞ്ഞ പോലെ ആ ഒരു മെയിൻ്റെനൻസ് ചാർജ് കുറച്ചിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര എമൗണ്ട് ആണ് വരുന്നത്. 4,500 4,000 രൂപ റേഞ്ചിൽ നമുക്ക് 10,000 കിലോമീറ്ററിൽ ഓയില് ആവറേജ് ഓയില് അതുപോലെ നമുക്ക് വീൽ അലൈൻമെന്റ് ബാലൻസിങ് എന്തെങ്കിലും ഫ്ലൂയിഡ് അങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു 4,000 4,500 തന്നെ. അപ്പോൾ പിന്നെ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ്? നമുക്ക് എക്സ് ഷോറൂമിന്റെ 85% വരെയാണ് നമുക്ക് ലോണ് വരുന്നത്. ടാക്സിക്ക് കുറച്ചും കൂടി ഡൗൺ പേയ്മെന്റ് കൂടുതലാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എല്ലാ ബാങ്കും നമുക്ക് ടാക്സി കൊടുക്കുന്നില്ല. വളരെ ചുരുക്കം ബാങ്ക്സ് ഒക്കെയാണ് നമുക്ക് ടാക്സി പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചില ബാങ്ക്സ് നമുക്ക് മുദ്ര ലോണൊക്കെ വരുന്നുണ്ട്. മുദ്ര ലോണൊക്കെ വരുന്ന ചെറിയ ഡൗൺ പേയ്മെന്റ് വരുള്ളൂ. ഒരു 1 lakh റേഞ്ച്, 1,00,000 രൂപ റേഞ്ചിൽ വരും. പക്ഷെ നമ്മൾ എക്സ് ഷോറൂമിന്റെ 85 689ന്റെ 85% നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1,50,000 രൂപ തൊട്ട് 2,00,000 രൂപ വരെ അതിന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് വരത്തക്ക വിധത്തിലാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. EMI നോക്കുകയാണെങ്കിൽ 5 വർഷത്തേക്ക് EMI 2,250 വെച്ചിട്ട് നമുക്ക് പെർ ലാഖിന് 250 വെച്ചാണ് വരുന്നത്. 5 year വരെ ലോൺ ടാക്സിക്ക് 5 year വരെയാണ്. ഇനി പറഞ്ഞ പോലെ ആ ഒരു മുദ്ര ലോണൊക്കെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുദ്ര ലോൺ ഓരോ ബാങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവര് നോക്കുകയാണെങ്കിൽ ഇത്രയും ഡൗൺ പേയ്മെന്റ് പോലും വരില്ല. ഒരു 1,20 1,30 റേഞ്ച്. പക്ഷെ എന്നാലും ഒരു കാൽക്കുലേഷൻ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 1.5 റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സിബില് അതുപോലെ വേറെ പെൻഡിങ്ങോ ലോൺ പെൻഡിങ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിബിലിന് എന്തെങ്കിലും പ്രോബ്ലമോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെയും ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷെ നോർമൽ കേസൊക്കെ ആണെങ്കിൽ 1.5 to 2ന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ്. വാഹനങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടോ? നമുക്കിപ്പോൾ റെഡി സ്റ്റോക്ക് ആയിട്ട് നമുക്ക് വെഹിക്കിൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ഹ്യുണ്ടായി ഇത് കൂടുതലും കൂടി പ്രൊഡക്ഷൻ കൂട്ടി. കാരണം നമുക്ക് വണ്ടി ഇപ്പോൾ ജനുവരിയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്കുള്ള ബുക്കിങ്സ് എല്ലാ ദിവസവും ബുക്കിങ്സ് കയറുന്നുണ്ട്. എല്ലാ ദിവസവും ബുക്കിംഗ്. അതുപോലെ വണ്ടി പെട്ടെന്ന് വരുന്നു. നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വണ്ടി വരും. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വണ്ടി വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെലിവറി കൊടുക്കാനും പറ്റും. പിന്നെ അതുപോലെ ഫിനാൻസ് ഓപ്ഷൻസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരാം. പിന്നെ നമുക്ക് എല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യുന്നത്. ഒരു ഇതിനും ഷോറൂമിൽ വരേണ്ട ആവശ്യമില്ല. ഡെലിവറിക്ക് മാത്രം വന്നാൽ മതി. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയട്ടെ. ചില ആൾക്കാർ ഇപ്പോൾ അതൊരു പാർട്ട് ടൈം ആയിട്ട് കൂടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടാക്സി മാത്രം. കാരണം അവർ എടുത്തിട്ട് അവർ ഈ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അങ്ങനെയും പോകുന്നവർ ഇപ്പം ഞാൻ കാണുന്നുണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാർ ഞാനിപ്പോൾ ഊബറൊക്കെ കുറച്ചും കൂടി ഇതായി. എറണാകുളം ഏരിയയിലൊക്കെ ഊബർ അങ്ങനെയൊക്കെ എല്ലാം പാക്കേജ് ഓട്ടം അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് ഒരു 6 മണി കഴിഞ്ഞിട്ട് പിന്നെ ഊബർ ഓടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻകായിട്ട് വരിക. കാരണം EMI തന്നെ അടഞ്ഞു പോക്കോളും. പിന്നെ വേറെ കുറച്ചുകൂടി വരുമാനം കൂടുതലാണ്. അപ്പൊ EMI അടഞ്ഞു പോക്കോളും. പ്ലസ് ഒരു വണ്ടി നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്നവരുണ്ട്. നമ്മൾ ഒരു 9 to 6 എന്നുള്ള ജോലി കഴിഞ്ഞിട്ട് ടാക്സിയിലേക്ക് മാറുന്നു. രാത്രി ഊബർ ഓടുന്നു. അങ്ങനെ ഒരു 11 മണി വരെ ഊബർ ഓടുന്നു. അപ്പൊ അത്തരം വരുമാനം കണ്ടെത്തുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്നവർക്കും ഏറ്റവും ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ ടാക്സി ഇറങ്ങുമ്പോൾ. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വേണ്ടി പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ദയവായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.